At the very moment they started a ഇൻ്റലിജൻ്റൽ വർക്ക്. എന്താണ്, ആ നിമിഷം തന്നെ വളരെ ബുദ്ധിപരമായിട്ടുള്ള ഒരു വർക്ക് അവർ തുടങ്ങി. അപ്പോൾ പറയാം, അറ്റ് ദ വെരി മൊമെൻറ്റ് ദ ബിഗിൻ എ ബ്യൂട്ടിഫുൾ സ്റ്റോറി ലൈൻ. ആ നിമിഷം തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോറി ലൈൻ തുടങ്ങി. അടുത്തത്, ഷീ സ്റ്റിൽ ഹാസ്, സ്റ്റിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, ഷീ സ്റ്റിൽ ഹാസ് എ ഫ്യൂ പീപ്പിൾ ഇൻ ഹെർ സൈറ്റ് ഓർ ഇൻ ഹെർ കോർണർ. സൈഡ് എന്ന് നമ്മളെപ്പോഴും പറയുന്നതാണ് ഇൻ ഹെർ കോർണർ. അവളുടെ പക്ഷത്ത് ഇപ്പോഴും കുറച്ച് ആളുകൾ അവൾക്കുണ്ട്. അപ്പോൾ ഷീ ഹാസ് എന്നല്ല, അപ്പോൾ നമ്മുടെ ലക്ഷ്യം ഭാഷയെ വളർത്തലാണ്. ഓക്കെ, ഷീ സ്റ്റിൽ ഹാസ് എ ഫ്യൂ പീപ്പിൾ ഇൻ ഹെർ കോർണർ. സൈഡ് നമ്മളെപ്പോഴും പറയുന്നതാണ് കോർണർ, ഇൻ ഹെർ കോർണർ. In his corner there are many people are there in his corner there are many ideas are there. അവൻ്റെ പക്ഷത്ത് കുറേ ആൾക്കാരുണ്ട്, ഐഡിയാസ് ഉണ്ട്, അങ്ങനെ പറയുന്നത്. നമ്മൾ ഡിഫറെൻ്റായ രീതിയിലുള്ള അവതരണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റെസിലിയൻറ്റ് ആൻഡ് പെർസിസ്റ്റൻ്റ്. റെസിലിയൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രതിരോധിക്കുന്നവരും പെർസിസ്റ്റൻ്റ് സ്ഥിരതയുള്ളവരുമാണ്. അതിനെയാണ് എന്തെന്ന് പറയുക. അപ്പോൾ the students or the youngsters or the kids are resilient as well as persistent. അവർ സ്ഥിരതയുള്ളവരുമാണ്, പ്രതിരോധിക്കുന്നവരാണ്. ഓക്കെ, ഇനി അടുത്തത് ചില വേർഡ്സ് ഞാൻ ഇതിൻ്റെ ഇടയിൽ പറയാം, അതൊക്കെ നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങൾ കൊണ്ടുവരണം. ഇമോഷണൽ ഇൻ്റലിജൻസ്. അപ്പോൾ നമ്മൾ ഇമോഷണലായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അപ്പോൾ നമുക്കതിനെ മാറ്റി ഇങ്ങനെ പറയാം, ബൈ our emotional thoughts, by our emotional thinking. ഇങ്ങനെ അപ്പോൾ എന്താ, ഇമോഷണൽ ഇൻ്റലിജൻസ്. അപ്പോൾ ബൈ അവർ ഇമോഷണൽ ഇൻ്റലിജൻസ് വി ക്യാൻ ബി ഡൺ ദാറ്റ്. സോഷ്യൽ ഇൻ്റലിജൻസ്. ഓക്കെ, സോഷ്യലി അൺആക്സെപ്റ്റബിൾ തിങ്സ്. ചില കാര്യങ്ങൾ ചർച്ചയ്ക്കൊക്കെ വരുമ്പോൾ നമുക്ക് പറയാം, ദിസ് ഈസ് സോഷ്യലി ദിസ് ഈസ് എ സോഷ്യലി അൺആക്സെപ്റ്റബിൾ പ്രോബ്ലം ഓർ സോഷ്യലി അൺആക്സെപ്റ്റബിൾ ഇഷ്യൂ. അങ്ങനെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഇനി ആറ്റിറ്റ്യൂഡ് എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മനോഭാവം. അത് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് അഭിരുചി. അതായത് നിങ്ങൾക്ക് ജനിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു കഴിവിനെയാണ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. മനോഭാവം, നമ്മളുടെ ഓരോ കാര്യത്തിലുള്ള നമ്മുടെ മനോഭാവം, ചിന്താഗതിയെയാണ് എന്തെന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് ഓഫ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ എക്സ്പ്രഷൻ, ആവിഷ്കാര ശൈലി, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യുന്ന ശൈലിയാണ്. ഇനി ദ ടീച്ചേഴ്സ് ആർ നോട്ട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അല്ല, അങ്ങനെയല്ല, അവർ ടീച്ചേഴ്സ് അങ്ങനെയല്ല, സൈക്കോളജിസ്റ്റ് അങ്ങനെയല്ല, അല്ല എന്നുള്ള രീതിയിൽ പറയാൻ നിങ്ങൾ ആർ നോട്ട് ഉപയോഗിക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്തതാണ് ദ ഡാർക്കർ ആസ്പെക്റ്റ് ഓഫ് ദിസ് പർട്ടിക്കുലർ ഇഷ്യൂ. ഡാർക്കർ ആസ്പെക്റ്റ്, അതിന് മോശമായ വശം, അതിനെയാണ് ഡാർക്കർ ആസ്പെക്റ്റ് ഓഫ്. അടുത്തത് മേജർ കോൺട്രിബ്യൂട്ടർ. ഷീ ഈസ് ദ മേജർ കോൺട്രിബ്യൂട്ടർ ഇൻ ദിസ് പർട്ടിക്കുലർ പ്രോജക്റ്റ്. ഹൗവർ, എന്നിരുന്നാലും, ഹൗവർ he can be done that, he should have to be done that. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്നിരുന്നാലും. എമംഗ് അസ്, അതെല്ലാവരും പറയുന്ന എമംഗ്സ്റ്റ്, AMONGST, എമംഗ്സ്റ്റ്. എമംഗ് അസ് എന്ന് നിങ്ങൾ എമംഗ്സ്റ്റ് എന്ന് പറയുക. അതിനെ എമംഗ് അസ് എന്നുള്ളതിന് നിങ്ങൾ മാറ്റി പറയുക എമംഗ്സ്റ്റ്. അതെന്ന് പറഞ്ഞാൽ ഇടയിൽ. ഇനി എമിഡ്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നടുവിൽ. എമിഡ് എന്നെല്ലാവരും പറയും. എമിഡ്സ്റ്റ് ഓഫ് ദ പീപ്പിൾ, ആ മനുഷ്യരുടെ നടുവിൽ ഞാൻ അകപ്പെട്ടു പോയി. ഓക്കെ, ഇനി ഈസിലി ലോസ്, അതായത് വേഗം നഷ്ടപ്പെടും. ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും കൂടി ഇതാക്കി പറയുകയാണ്. ഈസിലി ലോസ്, വേഗം എന്താണ്, വേഗം നശിച്ചു പോകും, നഷ്ടപ്പെടും. ഓക്കെ, സച്ചാസ് എന്ന് പറഞ്ഞാൽ അതുപോലെ, അതുപോലെ ഇന്ന കാര്യങ്ങളിലും നമ്മൾക്ക് ഇതുണ്ട്. ഫർദർ കൂടുതൽ ഇൻഫർമേഷൻ, ഫർദർ ഇൻഫർമേഷൻ എന്ന് പറയാം. ഫർദർ എന്ന് പറഞ്ഞാൽ കൂടുതൽ എന്നുള്ള അർത്ഥത്തിലാണ്, കൂടുതൽ കാര്യങ്ങളെപ്പറ്റി പറയുമ്പോഴാണ് ഫർദർ എന്ന് പറയുക. ഇൻഫ്ലുവൻസിങ് അവർ ആക്ഷൻ, നമ്മുടെ ആക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ. ദിസ് ഈസ് വെരി മച്ച് ഹെൽപ്പ് ഇൻ ഇൻഫ്ലുവൻസിങ് our action.
ഓർ ഇൻഫ്ലുവൻസിങ് സ്റ്റുഡൻസ്, ഇങ്ങനെയും പറയാം. ഈവൻ മോർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിലും കൂടുതൽ. ഈവൻ മോർ, അതിലും കൂടുതൽ. ഓക്കെ, എസ്പെഷ്യലി, പ്രത്യേകിച്ച്. തെന്നെക്കായി, പിന്നീട്. നൗ, ഇപ്പോൾ. എക്സാക്ട്ലി എലൈക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അതുപോലെ തന്നെ. എക്സാക്ട്ലി എലൈക്ക്. മോർ ആക്യുറേറ്റ്ലി, കൂടുതൽ കൃത്യതയോടെ. മോർ ആക്യുറേറ്റ്ലി, കൂടുതൽ കൃത്യതയോടെ. മീൻവൈൽ, അതിനിടയ്ക്ക്. മീൻവൈൽ, അതിനിടയ്ക്ക്. സോ, അതിനാൽ. സോ ദാറ്റ്, അതുകൊണ്ട്. ഓക്കെ, താങ്ക് യു.